പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയ്ക്ക് ഏറെ പ്രിയപ്പെട്ടവരെ, ഒരു പ്രഭാതം കൂടി ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഈ പ്രഭാതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇന്നലകളെ നമ്മൾ ഓർക്കും. കുറേയേറെ കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, കണ്ണീരുകൾ ഒക്കെയുള്ള അനുഭവങ്ങൾ ഇന്നലെ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. 56-ാം സങ്കീർത്തനത്തിലെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീര് അവൻ കുപ്പികളിൽ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് പറയുക. നമ്മുടെ കണ്ണീർ തുള്ളികളെ എണ്ണുന്നവനാണ് ദൈവമെന്ന്, നമ്മുടെ അലച്ചിലുകളെയൊക്കെ അറിയുന്നവനാണ് ദൈവമെന്ന് നമ്മോട് സങ്കീർത്തകൻ പറയുമ്പോൾ എന്തൊരു ആശ്വാസമുള്ള വചനമാണ് അത്. അതുകൊണ്ട് നമ്മുടെ ഇന്നലത്തെ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം നമുക്ക് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കാൽക്കൽ വെച്ചിട്ട് ഞങ്ങളുടെ കണ്ണീരിൻ്റെ തുള്ളികളെ എണ്ണുന്നവനെ, ഞങ്ങളുടെ അലച്ചിലുകളെ കാണുന്നവനെ, അവയിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് മോചനം നൽകി ദൈവികമായ സന്തോഷവും ആനന്ദവും നിറയ്ക്കണമേ എന്ന് നമുക്ക് കണ്ണുകളൊക്കെ അടച്ച ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മളെ തൊട്ടനുഗ്രഹിക്കുന്ന, നമ്മുടെ ജീവിതത്തിന് സന്തോഷവും ആനന്ദവും പകരാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതങ്ങളിൽ നിറയാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനോഹരമായ ദിവസത്തെ ഓർത്ത് നമുക്ക് കർത്താൻ നന്ദി പറഞ്ഞ് നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, ഈ ദിവസത്തെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ദിവസത്തിൻ്റെ എല്ലാ അലച്ചിലുകളെയും കഷ്ടപ്പാടുകളെയും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തുതി പറയുന്നു. ഹല്ലേലൂയ. ദൈവമേ സ്തുതി, കർത്താവേ നന്ദി. അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ കൃപ ഈ ദിവസം നിറയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ, ഈ സ്തുതികൾ സ്വീകരിച്ച് ഞങ്ങൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, പ്രത്യേകമായി കണ്ണുനീരിൻ്റെ പുത്രി എന്ന് വിളിക്കപ്പെടാൻ മാത്രം അർഹതയുള്ള അങ്ങയുടെ കണ്ണീരിൻ്റെ ജീവിതത്തെ ഓർത്തുകൊണ്ട് അമ്മേ, ഞങ്ങളുടെ കണ്ണീരിൻ്റെ താഴ്വരയിൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കണ്ണീരിൻ്റെ സമയത്ത്, വിഷമങ്ങളുടെ സമയത്ത് നമ്മളെ ആരെങ്കിലുമൊക്കെ ഒരു ആശ്വാസ വാക്ക് പറഞ്ഞ് നമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ നമുക്ക് പ്രത്യേകമായി ഓർത്ത് തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ആരെങ്കിലുമൊക്കെ കാണും അങ്ങനെ നമ്മുടെ പ്രാർത്ഥന അർഹിക്കുന്നവരായിട്ട്. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമുക്കിന്നൊരു ചെറിയ വചനം
നമ്മുടെ ചിന്തയ്ക്ക് വിധേയമായിട്ട് എടുക്കാം. അത് മറ്റൊന്നുമല്ല, മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ വാക്യം. തൻ്റെ പ്രഭാഷണത്തെ കർത്താവ് ചുരുക്കിയിട്ട് ഒരു കൺക്ലൂഷൻ പോലെ പറയുകയാണ്, ശവമുള്ളിടത്ത് കഴുകന്മാരും വന്നുകൂടും എന്ന്. ശവമുള്ളിടത്ത് കഴുകന്മാരും വന്നുകൂടുമെന്ന് ജോബിൻ്റെ പുസ്തകത്തിൽ 39:30 ഈ ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. ശവം എന്ന് പറയുന്നത് നമുക്കറിയാം, മരിച്ച അവസ്ഥയാണ്. ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണെങ്കിൽ പോലും പിന്നെ നമ്മൾ അവരെ വിളിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? ശവം എന്നല്ലേ. ശവസംസ്കാരം എപ്പോഴാണ്? അല്ലെങ്കിൽ ശവമടക്ക് കഴിഞ്ഞോ? ശവമെന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ വിളിക്കുന്നത്. എവിടെ ശവമുണ്ടോ അവിടെ കഴുകന്മാർ വന്നുകൂടും എന്നുള്ള അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും. ഈ വടക്കേണ്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോഴോ ഓരോ ശുശ്രൂഷകൾക്കൊക്കെ പോകുമ്പോഴോ ധാരാളം കന്നുകാലികൾ വേനൽക്കാലത്ത് വെള്ളം കിട്ടാതെ ഇങ്ങനെ വലഞ്ഞ് തീറ്റയില്ലാതെ മെലിഞ്ഞ് ചാവാറായി ഇങ്ങനെ ആടി നടക്കുന്ന മൈതാനങ്ങളൊക്കെ കാണാൻ സാധിക്കും. അവിടെയുണ്ട് ഈ കഴുകന്മാർ ഇഷ്ടം പോലെ. നമ്മുടെ നാട്ടിലെ ഈ കടലോരത്തൊക്കെ കഴുകന്മാരെ കണ്ടിട്ടുണ്ട്, അല്ലാതെ നമ്മുടെ നാട്ടിലധികം കഴുകന്മാരെ നമ്മൾ കണ്ടിട്ടില്ല. ഈ കഴുകന്മാർ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ കന്നുകാലികളുടെയൊക്കെ ഇങ്ങനെ ചാകാറായി നടക്കുന്ന അല്ലെങ്കിൽ തീരെ മെലിഞ്ഞിരിക്കുന്ന ജീവൻ കുറഞ്ഞ കന്നുകാലികളുടെയൊക്കെ പുറത്ത് പോയി അങ്ങ് ഇരിക്കും. അപ്പോൾ അതുങ്ങൾ മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ പിന്നെയുള്ള കഴുകന്മാരെല്ലാവരും കൂടി വന്ന് ആ വീഴുന്ന മൃഗത്തെ, കന്നുകാലിയാണെങ്കിൽ അതിനെ കൊത്തി തിന്നും. അങ്ങനെ കഴുകന്മാരുടെ ആക്രമം. കഴുകൻ എന്ന് പറയുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഒരു വിശദീകരണം പോലും നിങ്ങളത് വായിക്കുന്ന നല്ലതാണ്. 39-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യത്തിൽ കഴുകനെക്കുറിച്ചൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കഴുകൻ ശവമുള്ളിടത്ത് വന്നു ചേരുമെന്ന് കർത്താവ് തൻ്റെ പ്രഭാഷണങ്ങളുടെയൊക്കെ അവസാനം ഇങ്ങനെ സൂചിപ്പിച്ച് വെക്കുകയാണ്. നമ്മളതേക്കുറിച്ച് ഇങ്ങനെ പലതരത്തിൽ ധ്യാനിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്ന ഒരു നീതിസാരത്തിലെ ഒരു ചെറിയ പദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ഒരാൾ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ച അവസ്ഥയിലാണ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് അല്ല എന്നർത്ഥം, പാസീവായിപ്പോയി. മരിച്ച ആളെപ്പോഴും ആക്റ്റീവ് അല്ലല്ലോ, പാസീവല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിലും നമ്മുടെയൊക്കെ ബന്ധങ്ങളിലും മരിക്കുന്ന അല്ലെങ്കിൽ മരിച്ചതുപോലുള്ള അവസ്ഥാവിശേഷങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മുടെ ബന്ധങ്ങളിൽ നമുക്ക് മരണങ്ങൾ സംഭവിക്കാം. ഒരാളോട് നമുക്ക് വിരോധവും വെറുപ്പും വന്നു കഴിയുമ്പോൾ ആ ബന്ധം മരവിച്ചതാ അല്ലെങ്കിൽ മരിച്ചതാ. പിന്നെ നമ്മൾ ആ ആളുമായിട്ട് യാതൊരു ബന്ധവും പുലർത്തുന്നില്ല. അതൊരു മരിക്കുന്ന അവസ്ഥ പോലെ തന്നെയാണെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ നമ്മുടെ ഉള്ളിലുള്ള നന്മകളൊക്കെ നഷ്ടപ്പെട്ടു പോകുക. പിന്നെ നമ്മൾ ആക്റ്റീവ് ആകുന്നില്ല, നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനും പറ്റുന്നില്ല. ദൈവകൃപയില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകുന്നു നമ്മൾ ഓർക്കുകയാണ്. നമ്മൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മൾ കാണുന്നത് ഈ കർത്താവിൻ്റെയൊക്കെ പ്രഭാഷണങ്ങളിൽ അല്ലെങ്കിൽ ഉപദേശങ്ങളിൽ പഠിപ്പിക്കലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 13-ാമത്തെ അധ്യായം സ്നേഹത്തെക്കുറിച്ച് ഉപദേശിക്കുന്ന, പഠിപ്പിക്കുന്ന, മാതൃകയായി കാട്ടിക്കൊടുക്കുന്ന ഒരു അധ്യായമാണല്ലോ. അതിനകത്ത് യൂദാസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അയാൾ സമ്പത്തായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. ആ സമ്പത്തിനു വേണ്ടി അയാൾ നടന്നു, അല്ലെങ്കിൽ രഹസ്യമായ പദ്ധതികളൊക്കെ തയ്യാറാക്കി എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അവസാനം കർത്താവിനെ ഒറ്റുകൊടുക്കുന്ന യൂദാസിനെ കുറിച്ച് കർത്താവ് വ്യസനത്തോടെ പറയുന്നുണ്ട്, അവൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. അപ്പോൾ ഈ യൂദാസിന് പറ്റിയ മണ്ടത്തരമെന്ന് പറയുന്നത് ധനമായി ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിതമായ വസ്തു എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ആ യൂദാസിൻ്റെ ജീവിതത്തിൽ തകർച്ചകളാണ്. പിന്നെ അയാൾ ബന്ധങ്ങളിൽ നശിച്ചവനായി മരിച്ചവനായി നമ്മൾ കണ്ടെത്തുകയാണ്. അദ്ദേഹത്തെ നമ്മൾ അങ്ങനെയാണ് കാണുക, ഈ യൂദാസ് എന്ന് പറയുന്ന വ്യക്തിയെ. നമ്മുടെ ഉള്ളിൽ ഇതുപോലുള്ള അവസ്ഥകളുണ്ടാകാൻ സാധ്യതയുണ്ട്. സ്നേഹം മരിച്ചുപോയി, മരവിച്ച അവസ്ഥ, അതുപോലെ തന്നെ സന്തോഷം നശിച്ചുപോയ അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ജീവിതങ്ങൾ ഒരു പക്ഷേ നമുക്ക് പറയാൻ സാധിക്കും മരിച്ച അവസ്ഥ പോലെയാണ്. നമുക്ക് ഇതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്ക് നമ്മൾ കാണുന്നുണ്ട്.
മരിച്ച അവസ്ഥയിൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുക. ആ ഉയർപ്പിൻ്റെ ജീവിതമാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം എന്നൊക്കെ പറയുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അതായത് അനുദപിക്കാത്ത പാപങ്ങൾ എവിടെയെങ്കിലും കിടന്നാൽ അത് മരിച്ച അവസ്ഥയാണ്. മത്തായിയുടെ സുവിശേഷം 28-14 വാക്യത്തിലായി ഈശോ ഈ ശവത്തെക്കുറിച്ച്, കഴുകനെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരിക. നമ്മുടെ ഉള്ളിൽ പശ്ചാത്തപിക്കാത്ത പാപങ്ങൾ കിടന്നാൽ അതൊരു മരിച്ച അവസ്ഥയായിട്ട് മാറും. പിന്നെ നമുക്ക് നന്മ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മുടെ അനുദപിക്കാത്ത പാപങ്ങൾ കിടക്കുമ്പോൾ വേറെ ചില കാര്യങ്ങളൊക്കെ വരും. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 18-19 3 തരം ആളുകളെക്കുറിച്ച് അവിടെ കർത്താവ് പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് തങ്ങളിൽ തന്നെ ആശ്രയിക്കുന്നവർ, ദൈവമില്ല അവർക്ക്, തങ്ങളിൽ തന്നെ അവർ ആശ്രയിക്കുന്നു, മറ്റുള്ളവരെ പുച്ഛിക്കുന്നു. അതുപോലെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് അവർ ജീവിക്കുകയാണ്. അത് ഈ ഫരിസയരെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈശോ അങ്ങനെയൊക്കെ പറഞ്ഞത് നമുക്കറിയാം. അപ്പം സ്വയം നീതീകരിച്ച് മറ്റുള്ളവരെ പുച്ഛിച്ച് തങ്ങളിൽ തന്നെ ആശ്രയിക്കുന്ന ഈ ആളുകളെക്കുറിച്ചൊക്കെ ഈശോ നമുക്ക് തരുന്ന വാണിംഗ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അവരൊക്കെ അവരുടെ പ്രാർത്ഥനകളൊക്കെ കേൾക്കപ്പെടാതെ അവർ പാപികളായിട്ടൊക്കെ തന്നെ തിരികെ പോയി പ്രാർത്ഥിക്കാൻ വന്നവർ. അപ്പോൾ നമുക്കിവിടെ ഈ സ്വയം നീതീകരിക്കുന്ന ആളുകളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ നമ്മളും അങ്ങനെയൊക്കെ ചിലപ്പോഴൊക്കെ നമ്മളെ തന്നെ നമ്മൾ സ്വയം നീതീകരിക്കും. ആ നീതീകരിക്കുന്നതിലൂടെ നമുക്ക് തെറ്റിപ്പോയി എന്ന് പറയാൻ നമുക്ക് പറ്റാതെ വരികയാണ് ചെയ്യുക. ഞാൻ പാപിയാണെന്ന് പത്രോസ് ഏറ്റുപറഞ്ഞത് ലൂക്കായുടെ സുവിശേഷം 5:8 ഞാൻ പാപിയായ മനുഷ്യനാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ ഒരു ദൗത്യം ഏൽപ്പിക്കുക. ഇന്നു മുതലും നീ മത്സ്യം പിടിക്കുന്നവനല്ല, മനുഷ്യരെ പിടിക്കുന്നവനാകും. നോക്കണേ എത്ര ഉന്നതമായ ഒരവസ്ഥയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെടുക എന്ന്. കാൾ മെനിങ്ങർ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അത് കുറച്ച് കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ചിരുന്ന ആളാണ്. മെനിങ്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്കോളജി ഒക്കെ ഉള്ളത്. അദ്ദേഹം അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹത്തെക്കുറിച്ചൊരു കഥ ഞാൻ വായിച്ചു. ആ കഥ ഇങ്ങനെയാണ്. എ കോൾ ടു കൺവേർഷൻ എന്ന് പറയുന്ന ഒരധ്യായത്തിൽ അദ്ദേഹം പറയുകയാണ്, 2 പേര് ഇങ്ങനെ വഴിയെ നടന്നു പോവുകയാണ്, തോളേക്കായിട്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ അവരങ്ങ് നടന്നു ചെന്നപ്പോൾ ഒരാൾ അവിടെ മുമ്പിലിരിക്കുന്നു, ഒരു ഭ്രാന്തനെ പോലെ തോന്നുന്നു ഒരു മനുഷ്യൻ. ഇവരടുത്ത് വന്നപ്പോൾ അയാൾ ഇങ്ങനെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഗിൽറ്റി, നിങ്ങൾ തെറ്റുകാരാണെന്ന്. സത്യത്തിൽ അവർ തെറ്റുകാരായിരുന്നു, അവർ കള്ളന്മാരായിരുന്നു. അവരുടനെ തിരിഞ്ഞ് വന്നതുപോലെ തന്നെ തിരിച്ച് അവരുടെ വഴിക്ക് പോയി. പോകുന്ന വഴിക്ക് അവർ പറഞ്ഞു, ചേട്ടാ നമ്മൾ തെറ്റുകാരാണെന്ന് ഇയാളെങ്ങനെയാണ് അറിഞ്ഞത്? ഇതുപോലെ നമ്മുടെയൊക്കെ മനസ്സിൽ ചിലപ്പോൾ ഒരു ഭ്രാന്തനെ പോലെയുള്ള ഒരു വ്യക്തി ഇരിപ്പുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് നമ്മുടെ മനസ്സാക്ഷി എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് നീ ഗിൽറ്റിയാണ് എന്ന് പറയും, തെറ്റുകാരനാണെന്ന് പറയും. അത് നമ്മൾ മുഖവിലക്കെടുത്ത് ആ തെറ്റിനെക്കുറിച്ച് അനുദപിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ ദൈവ അനുഭവമുള്ള മനുഷ്യരായിട്ട് മാറുക എന്ന് നമ്മൾ ഓർക്കുന്നു. ആ ദൈവ അനുഭവത്തിലേക്ക് വരാൻ തടസ്സമായി നിൽക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്കിന്ന് പ്രത്യേകമായിട്ട് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, മരവിച്ച് കിടക്കുന്ന, മരിച്ചു കിടക്കുന്ന ചില അവസ്ഥകളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉള്ളവയെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കി പഠിച്ച് മാനസാന്ത്യത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ദൈവ അനുഭവങ്ങളൊക്കെ ഉള്ള ആളുകളായി തീരാൻ സാധിക്കുക. അപ്പോഴാണ് പ്രാർത്ഥിക്കാൻ നമുക്ക് എളുപ്പം കിട്ടുക, ഉത്സാഹം തോന്നുക, പ്രാർത്ഥന അനുഭവമായി തീരുക, പ്രാർത്ഥനയിലൂടെ ഒരുപാട് കൃപകളിലേക്ക് നമുക്ക് വളരാൻ സാധിക്കുക എന്നൊക്കെ നമ്മൾ അറിയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്ന നിലയ്ക്ക് നമ്മുടെ ഉള്ളിലെ നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്നുകൂടി പരിശോധിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. ദൈവം പറയും, നമ്മുടെ കർത്താവ് നമ്മോട് പറയും, നിങ്ങളുടെ ഉള്ളിൽ ശവങ്ങൾ ഉണ്ടാകരുത്, അല്ലെങ്കിൽ മരിച്ച അവസ്ഥ നമുക്കുണ്ടാകരുത്. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും സമർത്ഥമായി നൽകാനുമായിട്ടാണ്. അപ്പോഴവൻ നമുക്ക് ജീവൻ നൽകുന്നു. അതുപോലെ തന്നെ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കും. വിശുദ്ധ കുർബാനയാണ് ജീവൻ നൽകുന്ന കൂദാശ. നമ്മുടെ വിശുദ്ധ കുർബാന സ്വീകരണങ്ങളൊക്കെ കുറേ കൂടി ഒരുക്കമുള്ളതും കുറേ കൂടി കൃപ നിറഞ്ഞതുമായി മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവ് വരട്ടെ നമ്മുടെ ഉള്ളിലേക്ക്. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ഏതെങ്കിലും മരവിച്ച അവസ്ഥകൾ കിടപ്പുണ്ടെങ്കിൽ അവൻ നമ്മളെ എന്നേക്കുമായി ഉയർപ്പിക്കുകയും ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് തിരിയാം. എന്നിട്ട് നമുക്ക് കർത്താവിനോട് ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉള്ളിലെ മരിച്ച അവസ്ഥ അല്ലെങ്കിൽ മരവിച്ച അവസ്ഥ കിടപ്പുണ്ടെങ്കിൽ
ഇനിയും അനുദപിക്കാത്ത ഏതെങ്കിലും തെറ്റോ കുറ്റമോ കിടപ്പുണ്ടെങ്കിൽ അതേക്കുറിച്ചൊക്കെ ആത്മാർത്ഥമായിട്ട് അനുദപിച്ചുകൊണ്ട് നമുക്ക് ജീവനുള്ളവരായി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായി ജീവിക്കാനുള്ള ഒരു കൃപ അത് പ്രത്യേകമായിട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് അല്പസമയം കണ്ണുകളൊക്കെ അടച്ച് തമ്പുരാൻ്റെ തിരുമുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ജീവൻ നൽകുന്നത് ദൈവമാണെന്ന് നമുക്കറിയാം. നമ്മുടെ ഉള്ളിലേക്ക് ജീവശ്വാസം തന്നുകൊണ്ട് ഉച്ഛസിച്ചുകൊണ്ട് നമ്മളെ ജീവനുള്ളവരാക്കിയ ദൈവത്തിൻ്റെ ജീവൻ നമ്മളിൽ എന്തുമാത്രം ശക്തിയായി ഉണ്ട്, വ്യക്തമായി നമുക്കത് അനുഭവിക്കാൻ സാധിക്കുന്നുവോ എന്നൊക്കെ ഓർത്ത്, പിതാവായ ദൈവമേ, ദൈവികമായ ജീവനിൽ ഞങ്ങളെ വളർത്തണമേ എന്ന് നമുക്ക് കണ്ണുകളൊക്കെ അടച്ചിരുന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ജീവൻ നൽകാനും സമർത്ഥമായും നൽകുവാനും വന്ന കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ ദൈവികമായ ജീവൻ നിറവുള്ളവരായി ജീവിക്കാൻ പ്രത്യേകമായൊരു കൃപാനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന്. നമ്മളിൽ വസിച്ചുകൊണ്ട് ദൈവികമായ ജീവൻ നമ്മളെ വളർത്തുന്ന, നമ്മളെ ദൈവികമായ ജീവനിലേക്ക് ഉത്തേജിപ്പിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന, ശക്തിപ്പെടുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ ദൈവിക ജീവൻ നിലനിർത്താൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയാണ് ഈശോയെ ദൈവികമായ ജീവനിൽ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ ഈശോയെ വളർത്തിയത് നമുക്കറിയാം. അമ്മേ മാതാവേ, നീ ഞങ്ങൾക്ക് തന്ന കർത്താവായ ഈശോ മിശിഹായെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ആ കൃപ ലഭിക്കാനായിട്ട് അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരെ, തമ്പുരാന് വേണ്ടി നിങ്ങളൊക്കെ ജീവിച്ചവരാ. ത്യാഗം സഹിച്ചും കഷ്ടത സഹിച്ചും പീഡനം സഹിച്ചും ദൈവിക ജീവൻ ജീവിച്ച നിങ്ങളുടെ മാധ്യസ്ഥവും സഹായം ഞങ്ങളെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാലാഖമാരെ, ദൈവത്തിന് ജീവനുള്ള സ്തുതികൾ പാടുന്ന നിങ്ങളുടെ സഹായവും പ്രാർത്ഥനയും ഞങ്ങൾ യാചിക്കുന്നു. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധയെ നമുക്ക് പ്രത്യേകം ഓർമ്മിക്കാം. നമ്മുടെ കാവൽ മാലാഖയുടെ സഹായവും മാധ്യസ്ഥവും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവക മധ്യസ്ഥനായ പുണ്യവാൻ്റെ സ്വർഗീയ മാധ്യസ്ഥ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൃപ ആർക്കെല്ലാം ആവശ്യമായിട്ട് ഉണ്ടോ അങ്ങനെ നമ്മുടെ പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവരെ, ആഗ്രഹിക്കുന്നവരെയൊക്കെ നമുക്ക് ദൈവത്തിന് സമർപ്പിച്ച് അങ്ങയുടെ കൃപയാൽ അവരെയൊക്കെ നിറയ്ക്കണമേ നമുക്ക് ഈശോയോട് അപേക്ഷിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് പ്രത്യേകമായി ഓർക്കാനുള്ളത് കഷ്ടപ്പാടുകളും വിഷമങ്ങളും സഹിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെയാണ്. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ പ്രാർത്ഥന ചോദിക്കുന്ന അങ്ങനെയുള്ള എല്ലാവരെയും നമുക്ക് പ്രത്യേകമായിട്ട് ഈ സമയം കർത്താവിന് സമർപ്പിച്ച്, ദൈവമേ നിൻ്റെ അനുഗ്രഹങ്ങളാൽ അവരെ നിറയ്ക്കണമേ എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം. നമുക്ക് ഈ ശുശ്രൂഷകളൊക്കെ എത്തിച്ചു തരുന്ന ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിനെയും ഗുഡ്നസ് ടിവിയെയും നമുക്ക് പ്രത്യേകമായ കർത്താവിന് സമർപ്പിച്ച് ഈ ശുശ്രൂഷകളൊക്കെ ഏറ്റവും വിജയപ്രദമായി നടത്താൻ ആവശ്യമുള്ള കൃപാവരങ്ങളൊക്കെ അവർക്ക് കൊടുക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മുറിവേറ്റു പിടഞ്ഞ നിൻ സ്നേഹം, മുറിയപ്പെടുന്ന നിൻ സ്നേഹം, ക്രൂശിലെ സ്നേഹത്തിൻ അനുസ്മരണം, കാൽവരി തന്നിലെ യാഗാർപ്പണം.
വിശുദ്ധ കുർബാനയായി നാവിൽ ഈശോ അണയുന്ന നിമിഷം നിരനിരയായി ചേർന്നു ഞങ്ങൾ ഉള്ളിൽ ഈശോയെ സ്വീകരിക്കുന്നു. ഇത്രമേൽ ചെറുതാം അപ്പമാം രൂപത്തിൽ നാവിൽ അലിഞ്ഞിടും നിന്റെ സ്നേഹം. ഇത്രമേൽ ചെറുതാം അപ്പമാം രൂപത്തിൽ നാവിൽ അലിഞ്ഞിടും നിന്റെ സ്നേഹം മതിയാകുവോളം സ്വീകരിപ്പാനെന്നെ, മതിയാകുവോളം സ്വീകരിപ്പാനെന്നെ യോഗ്യനാക്കേണമേ സ്നേഹനാഥ, യോഗ്യനാക്കേണമേ സ്നേഹനാഥ. വിശുദ്ധ കുർബാനയായി നാവിൽ ഈശോ അണയുന്ന നിമിഷം നിരനിരയായി ചേർന്നു ഞങ്ങൾ ഉള്ളിൽ ഈശോയെ സ്വീകരിക്കുന്നു. ചങ്കു പിളർന്നതാം നിൻ തിരുച്ചോരയിൽ കഴുകി തുടച്ചെന്നെ വെണ്മയാക്കൂ. കരതാരിലെന്നും ലയിച്ചിടുവാൻ, കരതാരിലെന്നും ലയിച്ചിടുവാൻ മുറിവേറ്റു പിടഞ്ഞ നിൻ സ്നേഹം, മുറിയപ്പെടുന്ന നിൻ സ്നേഹം, ക്രൂശിലെ സ്നേഹത്തിൻ അനുസ്മരണം, കാൽവരി തന്നിലെ യാഗാർപ്പണം. മുറിവേറ്റു പിടഞ്ഞ നിൻ സ്നേഹം, മുറിയപ്പെടുന്ന നിൻ സ്നേഹം, ക്രൂശിലെ സ്നേഹത്തിൻ അനുസ്മരണം, കാൽവരി തന്നിലെ യാഗാർപ്പണം. വിശുദ്ധ കുർബാനയായി നാവിൽ ഈശോ അണയുന്ന നിമിഷം നിരനിരയായി ചേർന്നു ഞങ്ങൾ ഉള്ളിൽ ഈശോയെ സ്വീകരിക്കുന്നു. വിശുദ്ധ കുർബാനയായി നാവിൽ ഈശോ അണയുന്ന നിമിഷം നിരനിരയായി ചേർന്നു ഞങ്ങൾ ഉള്ളിൽ ഈശോയെ സ്വീകരിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും നിറയാൻ കണ്ണുകളൊക്കെ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിനും നിറവും എല്ലാ സംരക്ഷണങ്ങളും
എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നിങ്ങളോടും നിങ്ങളുടെ ഭവനങ്ങളോടും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളോടും നിങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളോടും കടമകളോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് ദൈവം നൽകിയ ഈ ദിവസം ഒരു നല്ല ദിവസമായിരിക്കട്ടെ, കൃപ നിറഞ്ഞ ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.